Hi friends, Fas Anofa kitchen പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി അറബിയൻ ഫുഡായ മുത്തബക്ക് ആണ്. അപ്പോൾ ഇതിനായി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ആദ്യം 2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത മാവ് 6 പീസാക്കിയിട്ട് നമുക്ക് എടുക്കാം. അതിവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോൾസിൽ നിന്ന് 3 എണ്ണം എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ 3 എണ്ണം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയതിൻ്റെ മുകളിൽ എണ്ണ പരത്തി കൊടുത്തതിന് ശേഷം പൊടി വിതറി കൊടുക്കാം. അങ്ങനെ 3 എണ്ണത്തിൻ്റെ മുകളിലും കാണിക്കാം. അങ്ങനെ ഇത് 3 ലെയറായി വെച്ച് ഇത് പരത്തി കൊടുക്കാം. അങ്ങനെ അത്യാവശ്യം വലിപ്പം വരുന്ന രീതിയിൽ നന്നായിട്ട് പരത്തി കൊടുക്കണം. അങ്ങനെ നമ്മൾ പരത്തിയത് ഒരു ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഓരോ ലെയറും നമുക്കിങ്ങനെ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ 3 ലെയേഴ്സും നമുക്ക് എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 വെച്ചൊരു ചതുരാകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം അത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടി ഒരു ചെറിയ തക്കാളി മുറിച്ചെടുക്കാം. അത് ചെറുതായി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓനിയനും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമാവുന്ന ബീഫ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച ബീഫ് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഉപ്പ് കൂടി ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം.
എരിവിന് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബോൾസ് എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിനെ പരത്തി വലുതാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിലൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഇത് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അറേബ്യൻ സ്പെഷ്യൽ അതിലിട്ട് ചൂടാക്കി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ 2 ഭാഗമായതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനെ മുറിച്ചെടുക്കാം. അങ്ങനെ ഇതിന് നമ്മൾ 9 പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് നല്ല ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അറേബ്യൻ സ്പെഷ്യലായ മുത്തബക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.